നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നു. 3 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനം ആഗസ്റ്റ് 12 നടക്കും. നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. 2017 പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പത്തെ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുവാൻ സംസ്ഥാന ബഡ്ജറ്റിൽ അനുമതിയായത്. 2018 കൊപ്പത്തെ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുകയും ചെയ്തു. കരിങ്ങനാട് കുണ്ടിലുള്ള വാടക കെട്ടിടത്തിലാണ് നിലവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം. സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാനാവശ്യമായ സ്ഥലം ലഭ്യമാവാതിരുന്നതിനാൽ പുതിയ കെട്ടിട നിർമ്മാണം നീണ്ടുപോയി. തുടർന്നാണ് കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി സ്കൂളിന് സമീപത്ത് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറാൻ തീരുമാനമായത്. 2022 ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 3 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരുന്നത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആരംഭിച്ചിരുന്നു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എറണാകുളം ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2 നിലകളിലായാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കുക. ഈ മാസം 12 ഉച്ചയ്ക്ക് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പോലീസ് സ്റ്റേഷൻ വരാത്തത് കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ഒക്കെ 2018 വരെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അത്രയും ജനങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കൊപ്പത്ത് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉണ്ടായി. 2016 ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ കൊപ്പം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കും എന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ 5 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് യാഥാർത്ഥ്യമാകാൻ ഓരോ വർഷമാവുമ്പോഴും 2018 വരെ നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അതുപോലെ പത്രങ്ങളിലുമൊക്കെ ആളുകൾ കൊപ്പം പോലീസ് സ്റ്റേഷൻ എവിടെ എന്ന് ചോദിച്ചിരുന്നു. 2018 ഓഗസ്റ്റ് 13 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்கள் പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. നല്ലൊരു ടീം അന്ന് തന്നെ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് ജനങ്ങളിലേക്ക് ആ പോലീസ് സ്റ്റേഷൻ വന്നത് കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള സംവിധാനമായി മുന്നോട്ട് പോകാനും നമുക്ക് കഴിഞ്ഞു. അതിനുശേഷമാണ് നമുക്ക് പട്ടാമ്പി ഫയർ സ്റ്റേഷൻ മറ്റൊരാവശ്യമായിരുന്നു, അതും യാഥാർത്ഥ്യമാക്കി. ഇത് രണ്ടും യാഥാർത്ഥ്യമാക്കിയപ്പോൾ രണ്ടിനും കെട്ടിടങ്ങൾ ആവശ്യമാണ്. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലേക്ക് ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്കും ബഡ്ജറ്റിൽ ഒരു നിശ്ചിത തുക MLA-മാർക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി തരും. അങ്ങനെ 10 കോടി തന്നതിൽ 3 കോടി രൂപ കൊപ്പം പോലീസ് സ്റ്റേഷനും 3 കോടി രൂപ പട്ടാമ്പി ഫയർ സ്റ്റേഷനുമാണ് നമ്മൾ അനുവദിച്ചത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A. സാബിറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന, കൊപ്പം SI ശിവശങ്കരൻ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് നിർമ്മാണോദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാകും. ഷൊർണൂർ DYSP R. മനോജ് കുമാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. പട്ടാമ്പി നഗരസഭയെ നോക്കുകുത്തിയാക്കുന്ന സമീപനമാണ് മുഹമ്മദ് മോഹസിൻ MLA സ്വീകരിക്കുന്നതെന്ന് UDF കൗൺസിലർമാർ. നഗരസഭയിലെ പാർക്കിന്റെയും കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനം കൗൺസിലർമാരെ അറിയിച്ചില്ലെന്നും കൗൺസിലർമാരായ KR നാരായണസ്വാമിയും CA സാജിത്തും കുറ്റപ്പെടുത്തി. നഗരസഭയുടെ പ്രിവിലേജ് അട്ടിമറിക്കപ്പെടുകയാണ്. അത് സ്ഥലം MLA ആണ് അത് കവർന്നെടുക്കുന്നത്. നഗരസഭയ്ക്ക് അവകാശപ്പെട്ടതും നഗരസഭ തീരുമാനിക്കേണ്ടതും കൗൺസിൽ ചർച്ച ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ മുന്നക്കൂട്ടി പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നഗരസഭ ഞങ്ങളൊക്കെ നഗരസഭയുടെ വാട്ടർ ടാങ്കിന് അമൃത് പദ്ധതിയുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ട ആ സ്ഥലം വാട്ടർ ടാങ്കിനും അതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനും വേണ്ട സ്ഥലം കണ്ടെത്താൻ ആ സ്ഥലം കണ്ടെത്തുന്ന കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു ഞങ്ങളൊക്കെ. കൗൺസിലർമാർ എന്നുള്ള നിലയ്ക്ക് അതിനിടയ്ക്ക് ഞങ്ങൾ സഹകരിച്ച് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഇപ്പോൾ അതിൻ്റെ പദ്ധതി വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ ഭരണകക്ഷിയിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് അറിയാത്ത പ്രശ്നങ്ങളുണ്ട്. ഭരണസമിതി MLA-ക്ക് മുമ്പിൽ പണയം വെക്കുന്നു, അതല്ലെങ്കിൽ MLA പട്ടാമ്പി നഗരസഭയുടെ അധികാരങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുന്നു എന്ന
തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പുതിയ നോട്ടീസിൽ പട്ടാമ്പി നഗരസഭയുടെ കീഴിൽ വരേണ്ടുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നഗരസഭയുടെ കീഴിലുള്ള അധീനതയിലുള്ള നഗരസഭ ഒരുക്കി നൽകിയ ഭൂമി, അവിടെ ഉണ്ടാക്കിയ പാർക്ക്, ആ പാർക്കിന് പേര് നൽകിയത് കാണാൻ കഴിഞ്ഞു. അതോ മാത്രമല്ല അതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചതായി കാണാൻ കഴിഞ്ഞു. ഇവിടെ സംഭവിക്കുന്നത് നഗരസഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും നഗരസഭ നടത്തേണ്ടുന്ന നഗരസഭയുടെ അധികാരങ്ങളാണെങ്കിലും ഇതൊന്നും നഗരസഭാ ഭരണസമിതിയോട് പോലും കൂടിയാലോചിക്കാതെ ഭരണവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ മാത്രം അവരുടെ താൽപര്യത്തിനനുസരിച്ച് നടപ്പിലാക്കുന്നു. തൃത്താല മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. പാതയിലെ തെരുവുനായ ശല്യം വാഹനയാത്രക്കാരെയും കാൽനടയാത്രികരെയും ദുരിതത്തിലാക്കുകയാണ്. കൂറ്റനാട് തൃത്താല റോഡ്, തൃത്താല അങ്ങാടി, തൃത്താല കുമ്പിടി റോഡ്, തൃത്താല എടപ്പാൾ റോഡ്, ചാത്തന്നൂർ സ്കൂൾ റോഡ്, കൂറ്റനാട് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്ക് പുറമെ ആനക്കര, കുമ്പിടി, കുമരനെല്ലൂർ, പട്ടിത്തറ, കപ്പൂർ, ചാലുശ്ശേരി മേഖലയിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. ആനക്കര AWH കോളേജ് കുന്നിൽ രാത്രികാലങ്ങളിൽ നൂറുകണക്കിന് തെരുവുനായ്ക്കളാണ് തമ്പടിക്കുന്നത്. ഇവയെല്ലാം പരസ്പരം കടികൂടി യാത്രക്കാരെ ഉപദ്രവിക്കുന്നതും പതിവാണ്. ഇതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ള പ്രദേശവാസികൾ ഭയപ്പാടോടുകൂടിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. രാവിലെ നടക്കാനിറങ്ങുന്നവർ, വ്യാപാരികൾ, പത്രവിതരണക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം ഇവയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. തെരുവുനായ്ക്കൾ ബൈക്ക് യാത്രക്കാരെ ആക്രമിക്കുന്നതും യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും തൃത്താല മേഖലയിൽ പതിവായെന്നാണ് നാട്ടുകാരുടെ പരാതി. പൊതുസ്ഥലത്ത് വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നതാണ് നായശല്യം രൂക്ഷമാകാൻ കാരണം. റോഡ് സൈഡിലും മറ്റും ഇത്തരത്തിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളും മറ്റും റോഡിൽ വലിച്ചിഴച്ച് കൊണ്ടുവന്നിടുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കടകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാലിന്യം പുറന്തള്ളുന്നത്. ദിനംപ്രതി അനേകം പേർക്കാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. കൂടാതെ വളർത്തുമൃഗങ്ങളെയും കോഴികളെയും മറ്റും തെരുവുനായ്ക്കൾ വ്യാപകമായി കൊന്നൊടുക്കുന്നുമുണ്ട്. വിളയൂർ കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പ് ALP സ്കൂൾ 100ാം വാർഷികാഘോഷ നിറവിൽ. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 10-ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളോടെയാണ് 100ാം വാർഷികാഘോഷം നടത്തുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് വെളിയൂർ കരിങ്കനാട് കൊഴിഞ്ഞിപ്പറമ്പ് ALP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം കൊണ്ടാടുന്നത്. ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. രാവിലെ 9:30 ആരംഭിക്കുന്ന ക്യാമ്പ് വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുമെന്നും സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പൂർവ്വ അധ്യാപക സംഗമം, ഘോഷയാത്ര, സെമിനാറുകൾ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് ശതാബ്ദിയുടെ ഭാഗമായി നടത്തുന്നത്. 1926 പുലാക്കാട്ടെ പരമനീശ്വരനാണ് സ്കൂൾ ആരംഭിച്ചത്. മദ്രാസ് എലിമെന്ററി ബോർഡിന് കീഴിൽ ഏകാധ്യാപക വിദ്യാലയമായാണ് സ്കൂൾ തുടങ്ങിയത്. നിലത്തെഴുത്ത് പാഠശാലയായിരുന്നു തുടക്കത്തിൽ. പിന്നീട് പരമനെഴുത്തച്ഛന്റെ മകൻ കുട്ടിക്കൃഷ്ണൻ സ്കൂളിൽ അധ്യാപകനായി എത്തിയതോടെയാണ് സ്കൂളിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തിയത്. വീടുകളിൽ ചെന്ന് കുട്ടികൾക്ക് ആവശ്യമായ വസ്ത്രവും ആഹാരവും നൽകിയായിരുന്നു സ്കൂളിലേക്ക് എത്തിച്ചിരുന്നത്. ഇന്ന് 230ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കരിങ്ങനാട് കൊഴിഞ്ഞിപ്പറമ്പ് ALP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷ പരിപാടികൾ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ ഞായറാഴ്ച ഓഗസ്റ്റ് 10-ാം തീയതി ഞായറാഴ്ചയാണ് അതിൻ്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടക്കം കുറിച്ചുകൊണ്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പോട് കൂടിയാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. പെരുന്തമണ്ണ EMS ആശുപത്രിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പെരുന്തമണ്ണ MES ഡെൻ്റൽ കോളേജിൻ്റെ നേതൃത്വത്തിൽ അഹല്യ കണ്ണാശുപത്രി എന്നിവിടെയൊക്കെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. ഒട്ടനവധി വിദ്യാർത്ഥികളെ സംഭാവന ചെയ്ത ഒരുപാട് പ്രദേശങ്ങൾ അന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ആ ചുറ്റുപാടത്തൊന്നും ഇല്ലാത്ത സമയത്താണ് കൊഴിഞ്ഞിപ്പറമ്പ് സ്കൂള് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അതിൻ്റെ കീഴിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ, വിപുലമായ ഒരു ശ്രേണി നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ ക്യാമ്പോട് കൂടി ഈ 100ാം വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്നത്. അതിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സെമിനാറുകൾ, അതുപോലെ തന്നെ നമ്മുടെ സിമ്പോസിയങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പൂർവ്വ അധ്യാപക സംഗമം, അങ്ങനെ ഒട്ടനവധി പരിപാടികളാണ് ഇപ്പോൾ സ്വാഗതസംഘം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഈ ഞായറാഴ്ച മുതൽ ഓഗസ്റ്റ് 10-ാം തീയതി ഞായറാഴ്ച മുതൽ തുടക്കം കുറിക്കും. അധ്യാപകരും അനധ്യാപകരുമായി 15ഓളം പേർ സേവനം ചെയ്യുന്നു. M രാഗിയാണ് സ്കൂൾ മാനേജർ. പാഠ്യേതര പ്രവർത്തന രംഗത്തും മികവ് പുലർത്തുന്ന സ്കൂളായി ഇന്ന് ഈ വിദ്യാലയം മാറിയിട്ടുണ്ട്. മികച്ച PTEക്കുള്ള പുരസ്കാരവും സ്കൂൾ നേടിയിരുന്നുവെന്നും
ഇവർ അറിയിച്ചു. പുലാക്കാട്ട് കുട്ടിയിഷ്ട എഴുത്തച്ഛനാണ് നമ്മുടെ സ്കൂളിനെ വളരെ സജീവമാക്കി. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വരാത്ത ഒരു സാഹചര്യമായിരുന്നു. കൃഷിപ്പണിയും കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ടിരുന്ന രക്ഷിതാക്കൾ അവർ രാവിലെ പണിക്ക് പോകുന്നു. ഈ അധ്യാപകൻ കുട്ടികളുടെ വീടുകളിൽ പോയി അവിടെ നിന്നും കുട്ടികൾക്ക് വേണ്ട വസ്ത്രം അതുപോലെ ഭക്ഷണമൊക്കെ ഈ അധ്യാപകൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെയൊരു പാരമ്പര്യമുള്ള സ്കൂളാണ് നമ്മുടെ ഈ കൊഴിഞ്ഞിപ്പറമ്പ് ALP സ്കൂൾ. അപ്പോൾ നമ്മൾ ആ പാരമ്പര്യവും അതുപോലെ തന്നെ അതിൻ്റെ അക്കാദമിക് നിലവാരമൊക്കെ ഒട്ടും കൈവിടാതെ ഇപ്പോഴും കഴിയുന്ന രീതിയിൽ നമ്മൾ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അധ്യാപകരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ജനപ്രതിനിധികളും ഒക്കെ നല്ല രീതിയിലാണ് നമ്മുടെ സ്കൂളുമായി ഇടപെടുന്നത്. അതുതന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതി ആരംഭിച്ച് ഘോഷയാത്ര, അതുപോലെ തന്നെ വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിവിധ സെമിനാറുകൾ, പൂർവ്വാധ്യാപക സംഗമം, കലാകായിക മത്സരങ്ങൾ അതൊക്കെ നടത്തി ഏകദേശം മാർച്ച് മാസത്തോടു കൂടി, നമുക്കറിയാം ഈ പബ്ലിക് ഇലക്ഷനൊക്കെ വരുന്ന സമയമാണ്, നിയമസഭാ ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ പ്രധാനാധ്യാപകൻ MP സതീഷ്, ആഘോഷ കമ്മിറ്റി ട്രഷററും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ നീരടി സുധാകരൻ, PTA പ്രസിഡന്റ് റഹ്മാൻ സങ്കേതത്തിൽ, കോർഡിനേറ്റർ NP ഷാഹുൽ ഹമീദ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം നിര്യാതയായ CCTV സർവീസ് സെക്ഷൻ ടെക്നീഷ്യൻ AP രാമദാസിന്റെ സഹോദരന്റെ ഭാര്യ ഞാങ്ങാട്ടിരി മാട്ടായ അരിഞ്ഞിൽ പറമ്പിൽ സുനിൽദാസ് ഭാര്യ സുചിത്രയുടെ സംസ്കാരം നടത്തി. 35 വയസ്സായിരുന്നു. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് തലയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 ആഴ്ചയോളമായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സനൈദാസ്, സജയ്ദാസ് എന്നിവർ മക്കളാണ്. വെള്ളിയാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തി തീരത്തായിരുന്നു സംസ്കാരം. CCTVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ഡയറക്ടർ ഷാജി വി ജോസ്, മാനേജർ സിൻഡോ ജോസ്, ന്യൂസ് എഡിറ്റർ PS ടോണി, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. കൂറ്റനാട് സപ്തതരംഗ് തിയേറ്ററിൽ 3-ാം വാരത്തിലും വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ജഗള മൂവി കാണാൻ കപ്പൂർ ശ്രീ വ്യാസ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തിയേറ്ററിൽ എത്തി. മങ്കരമണി മഞ്ചേരി കോവിലകം ലഹളക്കാർ ഇന്നലെ രാത്രി കൊള്ളടിച്ചുത്രേ. ചിരട്ട കൂട്ടിയിട്ട പോലെയല്ല 13 പെണ്ണുങ്ങളുടെ മുല എരിഞ്ഞിട്ടത്. ഒരു ഖലീഫന്റെ പേരും പറഞ്ഞ് ഇന്നലെ വരെ ഉണ്ടുറങ്ങിയൊരു തമ്മിൽ തല്ലി ചാവാൻ ഞങ്ങൾ സമ്മതിക്കൂല. ലവ് FM എന്ന സിനിമയ്ക്ക് ശേഷം മലബാർ കലാപം പ്രമേയമാക്കി ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്ത സിനിമയാണ് ജഗള. 1921 നടന്ന മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അക്കാലത്ത് എറനാട്ടുകാർ അനുഭവിച്ച വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും നേർക്കാഴ്ചകളായി ചിത്രീകരിച്ച വിശപ്പിന് മുന്നിൽ ആത്മാർത്ഥ പ്രണയം തിരസ്കരിക്കേണ്ടിവന്ന പച്ചയായ ഒരു മനുഷ്യന്റെ ജീവിതകഥ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ജഗള 3-ാം വാരത്തിലും വിജയകരമായി പ്രദർശനം തുടരുകയാണ്. കളരിക്കൽ ഫിലിംസിന്റെ ബാനറിൽ സജിത് പണിക്കർ, മനോജ് പണിക്കർ, ജിതേഷ് പണിക്കർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മറീന മൈക്കിൾ, സന്തോഷ് കീഴാറ്റൂർ, പുതുമുഖം മുരളി റാം, സുനിൽ സുഗത, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ലത്തീഫ് കുറ്റിപ്പുറം, അപ്പുണ്ണി ശശി, രമാദേവി കോഴിക്കോട്, പാർത്ഥസാരഥി, അഞ്ജു അരവിന്ദ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ ദുനിയാവ് മുഴുവൻ തെക്കുബീർ മുഴങ്ങുന്ന ഒരു കാലം വരും. അന്നിച്ചൊക്കെ ദീനെ ചലിച്ചോനെന്ന് അറിയപ്പെടും. വഴക്കിനും വക്കാണത്തിനൊന്നും പോകണ്ട. അവരൊക്കെ എന്തിനും മടിക്കാത്ത കൂട്ടങ്ങളാണ്. ലഹളക്കാരെ പിടിക്കാൻ കമ്പനി. OM കരുവാരക്കുണ്ടിന്റെ രചനയിൽ മിഥുൻ മലയാള സംഗീതം നൽകി സിതാര കൃഷ്ണകുമാർ, അഭിജിത്ത് കൊല്ലം എന്നിവരാലപിച്ച ഗാനങ്ങളും ഇതിലുണ്ട്. കഥയും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് ശ്രീദേവ് കപൂരും മുരളീറാമും ചേർന്നാണ്. പറഞ്ഞു കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ സംഭവ വികാസങ്ങളുടെ പുനരാവിഷ്കാരം പ്രേക്ഷകരെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. മലബാർ കലാപത്തെ കുറിച്ചിട്ടാണ് മൂവിയുള്ളത്. ഇത് ഞങ്ങൾക്ക് ചാപ്റ്ററായിട്ട് പഠിക്കാണ്ടായിരുന്നു. ലാൻഡ് ലോഡ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ്റെയും കാരണമാണ് ഇത് നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ ഗുഡ്സ് പുറത്താക്കുകയും അത് മാത്രമല്ലാതെ മുസ്ലിംസിനും ഹിന്ദുക്കളെയും സ്പ്ലിറ്റ് ചെയ്ത് ഒക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. 1921 നടന്ന മലബാർ ലഹളയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ ആ ആൾക്കാർ അനുഭവിച്ച ഫീലിങ്സും അവരുടെ വിശപ്പിനെ കുറിച്ചൊക്കെ മനസ്സിലായി. അപ്പോൾ നടന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. വിഷം കലർന്നതാണെന്നറിയാതെ ആർത്തിയോടെ കഞ്ഞിവാരി കുടിക്കുന്ന രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണെങ്കിലും പ്രേക്ഷക മനസ്സുകളിൽ കഥ ആരംഭിക്കുന്നത് അവിടെ നിന്നാണെന്ന അനുഭൂതി കൊണ്ടുവരാൻ അണിയറ പ്രവർത്തകർക്കായത് ഈ ചിത്രത്തിന്റെ വിജയമാണ്.
ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീദേവ് കപൂരും നിർമ്മാതാവ് സജിത് പണിക്കരും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ സി രാജഗോപാൽ പള്ളിപ്പുറവും കുട്ടികളോടൊപ്പം സിനിമ കാണാനെത്തിയിരുന്നു. തകർച്ചയുടെ വക്കിലെത്തിയ ജീവിതം കെട്ടിപ്പടുക്കാനായി പൂക്കൾ വിൽപ്പന നടത്തുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ദമ്പതികൾ. 12 വർഷത്തോളമായി റാണിയും ഭർത്താവ് ശെൽവരാജും കുന്നംകുളം നഗരമധ്യത്തിൽ പൂക്കൾ വിൽക്കാൻ തുടങ്ങിയിട്ട്. ശ്രീലങ്കയിലെ വംശീയ കലാപത്തെ തുടർന്ന് ശ്രീലങ്കയിൽ നിന്നും 1981 റാണിയും സെൽവരാജും അടങ്ങുന്ന 80 കുടുംബങ്ങൾ രാമേശ്വരത്തിലേക്ക് കുടിയേറിയത്. അന്ന് ഇനിയുള്ള ജീവിതം എങ്ങനെയാകുമെന്നായിരുന്നു ഇവർക്ക് മുൻപിലെ ചോദ്യം. ജീവിതം കരമുട്ടിക്കാൻ റാണിയും സെൽവരാജും ചെയ്യാത്ത ജോലികളില്ല. ഒടുവിൽ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് രാമേശ്വരത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിയത്. കറ്റാർവാഴ വിൽപ്പനയായിരുന്നു ആദ്യ ജോലി. തുടക്കകാലത്ത് ലാഭകരമായിരുന്ന കച്ചവടം പിന്നീട് വാങ്ങാൻ ആളില്ലാതെ വന്നതോടെ നഷ്ടക്കച്ചവടമായി. ഇതിനിടയിലെത്തിയ കോവിഡും അതിനിടെ സെൽവന് സംഭവിച്ച വാഹനാപകടവും ഇവരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി. ഇവിടെ വന്നിട്ട് ഇവിടെ പൂവിട്ടിട്ട് ഇപ്പോൾ 12 വർഷമായി നിൽക്കുന്നു അല്ലേ? ഫാമിലി ആയിട്ടാണോ വന്നിട്ടുള്ളത്? ഹസ്ബൻഡിനാണ്. ഹസ്ബൻഡ് എന്താ ചെയ്യണത്? ഹസ്ബൻഡുക്ക് കൈകാൽ ഊണം. ഹസ്ബൻഡ് കൂടിയാதான் വച്ചിരിക്കും. അപകടത്തിൽ സെൽവരാജിന്റെ കൈക്കും കാലിനും സ്വാധീനം കുറഞ്ഞതോടെ മുന്നോട്ടുള്ള ജീവിതം പ്രതിസന്ധിയിലുമായി. എന്നാൽ തോറ്റുകൊടുക്കാൻ റാണി തയ്യാറായില്ല. അങ്ങനെയാണ് പൂക്കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. കുന്നംകുളം നഗരമധ്യത്തിൽ കച്ചവടം ആരംഭിച്ചു. റോസാപ്പൂക്കളാണ് പ്രധാനമായും ഇവിടെ വിൽപ്പന. ബംഗളൂരുവിൽ നിന്ന് ഇരുവരും നേരിട്ട് പോയാണ് ചെടികൾ തിരഞ്ഞെടുക്കുക. വ്യത്യസ്ത ഇനം ചെടികൾ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട്. ബാംഗ്ലൂരിലിருந்து സാധനം എടുത്തിട്ട് വരും. 3 ദിവസം ആവും പോയിട്ട് വരാൻ. ഇവിടെ സാധന കച്ചവടം ഇവിടെ താമസം എവിടെയും പോകില്ല. അപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് 3 ദിവസം എടുക്കുന്നത്. ചേച്ചിയും ഹസ്ബൻഡും കൂടി പോയിട്ടാണോ പൂക്കളൊക്കെ സെലക്ട് ചെയ്യുക? ഹസ്ബൻഡ് കൂടെ കൂട്ടി പോകും. തനിയെ പോയിട്ട് വര മുടിയാത്. 3 ദിവസം ആവും പോയിട്ട് വര. തനിയെ പോയിട്ട് വര മുടിയാത്. രാമേശ്വരം ചെണ്ടുമല്ലി, പലയിനം പനിനീർ പൂക്കൾ, ഡേസികൾ എന്നിങ്ങനെ പലയിനം പൂച്ചെടികൾ റാണിയുടെ പക്കലുണ്ട്. രാവിലെ 8 മണി മുതൽ വിൽക്കാൻ വച്ചിരിക്കുന്ന ചെടികൾ തീരുന്നതുവരെ റാണി കച്ചവടം തുടരും. ഞായറാഴ്ച ഒഴികെ ആഴ്ചയിൽ എല്ലാ ദിവസവും റാണി പൂച്ചെടിയുമായി കുന്നംകുളം നഗരമധ്യത്തിലുണ്ടാകും. മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന പൂച്ചെടികൾ വളരെ തുച്ഛമായ വിലയിലാണ് റാണി വിൽക്കുന്നത്. ആഹാരമായും വസ്ത്രമായും പലരിൽ നിന്നുമുള്ള സ്നേഹവായ്പകളും മുന്നോട്ടു പോകാനുള്ള കരുത്ത് നൽകുന്നുണ്ടെന്ന് റാണി പറയുന്നു. ഇവിടെ ரொம்ப கஷ்ட சூழ்நிலை வந்தது. அது தமிழ்நாட்டிலிருந்து കേരളാവുക്ക് പൊളിக்கிறதுக்கு தான் വന്നത്. പഴയ ബസ് സ്റ്റാൻഡിലെ വരാന്തയാണ് റാണിക്കും സെൽവരാജിനും കിടപ്പാടും. ജീവിതത്തിന്റെ കനൽച്ചൂട് പൊള്ളലേൽപ്പിക്കുമ്പോഴും തണലായത് ഈ നാടും നാട്ടുകാരുടെ സ്നേഹവുമെന്നാണ് റാണിയുടെ പക്ഷം. எந்த குழப்பமும் இல்லை. யாராலையும் எந்த பிரச்சனையும் இல்லை. ഇവിടെ பஸ் ஸ்டாண்ட்லேயே தான் இருக்கேன். ஆணாக இருந்தாலும் பெண்ணாக இருந்தாலும் அதிகாரியாக இருந்தாலும் எந்த டிஸ்டர்பும் இல்லாமல் தான் இருக்கும். சாப்பாடு எல்லாருக்கும் கொடுக்குற போல் எப்போனா சாப்பாடு இலவசமாக கொடுப்பாங்க, ட்ரெஸ்ஸு கொண்டு வந்து கொடுப்பாங்க, எல்லாம் உதவி பண்ணுவாங்க. எந்த குழப்பமும் இல்லை. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.